വർഷങ്ങളായി തുടർന്നു പോരുന്ന ശബരീശ്വര ദർശനത്തിനായാണ് 145 പേർ അടങ്ങുന്ന വനവാസി സംഘം ശബരിമലയിൽ ആചാരത്തിന്റെ ഭാഗമായി ഭഗവാന് കാഴ്ച സമർപ്പിച്ചത്. എല്ലാ വർഷവും മണ്ഡലകാലത്ത് അയ്യപ്പന് സമർപ്പിക്കാനായി തേൻ, കാട്ടുപൂക്കൾ, കദളിക്കുല തുടങ്ങിയ വിഭവങ്ങളുമായാണ് ഇവർ മല ചവിട്ടുന്നത്. സംഘാംഗമായ ഭിന്നശേഷിക്കാരൻ അയ്യപ്പൻ കാണി ഇഴഞ്ഞാണ് മല കയറിയത്. 45-കാരനായ ഇദ്ദേഹം ഇത് 3-ാം തവണയാണ് ശബരിമല ദർശനത്തിനായി എത്തുന്നത്. കദളിക്കൊല, കരിമ്പ്, കുന്തിരിക്കം ഇങ്ങനെയുള്ള കുറച്ച് മല വിഭാഗങ്ങളാണ് നമ്മൾ കൊണ്ടുവരുന്നത്. നമ്മളെല്ലാ വർഷവും കൊണ്ടുവരണതാണ്. അത് നമ്മളെല്ലാ വർഷം വരുമ്പോൾ കൂടുതൽ ഗവൺമെൻറ്റിൻ്റെ സർക്കാരിൻ്റെ എല്ലാ പ്രയോജനങ്ങളും നമുക്കുണ്ട്. ഇപ്പോൾ നമുക്ക് പോലീസിൻ്റെ എല്ലാ നിയന്ത്രണത്തോടും നമ്മൾ ഈ മലകയറ പറഞ്ഞത് അവരുടെ ഏറ്റവും ഒരു 100% 200% നമുക്ക് അയ്യപ്പനും ഈ ഗവൺമെൻറ് നമുക്ക് സഹായിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊരു 100 കാര്യം പറഞ്ഞാൽ നമുക്ക് തീരുമില്ല. അതുമാത്രമല്ല, നമ്മൾ 145 അയ്യപ്പന്മാരുണ്ട് ഈ കൂട്ടത്തിൽ. എല്ലാ കാര്യങ്ങളും നമ്മൾ അവർ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ നമ്മളെ പോലീസുകാരും അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെല്ലാം നമ്മളെ മുമ്പറക്കമുണ്ട്. SC മനസ്സിലുള്ള ഐശ്വര്യ കോറ്റയും നമ്മളെ മുണ്ടണിമാടം നമ്പര ക്ഷേത്രത്തിലുള്ള എല്ലാ ദൈവങ്ങളും നമ്മളെ കൊടുത്തുണ്ട്. ഈ 145 വരെ കൊടുത്ത് നമ്മളെ ദൈവങ്ങളും നമ്മളെ ഗവൺമെൻറ് നമ്മളെ വേണ്ടപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരുമുണ്ട്. മുളംകുറ്റികളിൽ നിറച്ച കാട്ടുതേൻ, കദളിക്കുല, കുന്തിരിക്കം, കരിമ്പ് തുടങ്ങിയ വനവിഭവങ്ങളും പൂക്കുഴകൾ, പൂവട്ടികൾ തുടങ്ങിയ കരകൗശല വസ്തുക്കളുമാണ് അഗസ്ത്യർകൂടവാസികൾ അയ്യപ്പന് സമർപ്പിച്ചത്. ഈ എൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുള്ള ആദിവാസി സഹോദരങ്ങൾ അവരെല്ലാവരും തന്നെ അഗസ്ത്യർകൂടത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലെ ഉൾക്കാടുകളിലുള്ള കാണി സെറ്റിൽമെൻറ്റിൽ താമസിക്കുന്ന കാണി വിഭാഗക്കാരായ ആദിവാസികളാണ്. കാരണം അയ്യപ്പസ്വാമിക്ക് വനവിഭവങ്ങളാണ് അവർ സമർപ്പിക്കുന്നത്. വളരെ വർഷങ്ങൾക്ക്, അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അന്നത്തെ ആദിവാസി മൂപ്പന്മാർ കാനനപാതയിലൂടെ സഞ്ചരിച്ച് ശബരിമലയിലെത്തിയിട്ടുണ്ട്. അന്നും അവർ അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ചിട്ടുള്ളത് കാട്ടിലെ തേനും വനവിഭവങ്ങളുമാണ് അവർ സമർപ്പിച്ചിട്ടുള്ളത്. ആ ആചാരം ഇന്നും നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി ഈറ്റയിലും ചൂരലിലും വ്രതശുദ്ധിയോടെ നെയ്തെടുത്ത പൂക്കൂടകൾ, പൂവട്ടികൾ, കാട്ടിലെ ചെറുതേന്, ഏറ്റവും ശുദ്ധമായ ചെറുതേന് വ്രതശുദ്ധിയോടുകൂടി തന്നെ അത് വെട്ടിയെടുത്ത് മുളംകുറ്റിയിൽ നിറച്ച് അത് കാനനവാസനായ അയ്യപ്പസ്വാമിയുടെ അഭിഷേകത്തിനായിട്ട് നമ്മുടെ നെയ്യ് സമർപ്പിക്കുന്നത് കൂടാതെ തേനും സ്വാമിക്ക് അഭിഷേകത്തിനായിട്ട് അവർ സമർപ്പിക്കുന്നു. വനമേഖലയിൽ നിന്നും 2 ദിവസം മുൻപേ കാൽനടയായി പുറപ്പെട്ട തീർത്ഥാടകർ കോട്ടൂർ മുണ്ടണി മാടൻ തമ്പുരാൻ ക്ഷേത്രത്തിൽ നിന്നാണ് ഇരുമുടിക്കെട്ടുമായി സന്നിധാനത്തെത്തിയത്. 18-ാം പടി ചവിട്ടി സോപാനം വഴി ശ്രീകോവിലെത്തിയ സംഘം വനത്തിൽ നിന്നുമാണ് കാട്ടുതേൻ, കരിമ്പ്, കുന്തിരിക്കവും ശേഖരിച്ചത്. മേൽശാന്തിയിൽ നിന്നും പ്രസാദം സ്വീകരിച്ച ശേഷം മാളികപ്പുറത്തും ദർശനം നടത്തിയായിരുന്നു സീ മലയാളം ന്യൂസ്, പത്തനംതിട്ട. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.